ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു പറയാൻ ഒരുപാടുള്ളത് കൊണ്ടായിരിക്കും ഒന്നും പറയണ്ടെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ മനുവിനെ തന്നെ നോക്കുകയാണ്. നീ എന്താടാ മുഖം നോക്കി ലക്ഷണം പറയാനറിയോ നിനക്ക് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണേ. അപ്പോൾ മനു പറയുന്നുണ്ട്, അതിന് മുഖം നോക്കി ലക്ഷണമൊന്നും പറയണമെന്ന് ഇല്ല. 2 ദിവസം മുമ്പ് പെട്ടെന്നൊരു പോക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, 2 ദിവസം ഒരു അജ്ഞാതവാസം, 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള മദ്യപാനം, പിന്നെ തിരികെ വന്നിട്ടുള്ള ഈ ഒരു അവസ്ഥയും ഇത് കണ്ട ആർക്ക് മനസ്സിലായിക്കൂടെ എന്താണ് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും ഞാനിപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല, അങ്കിളിന് ഇപ്പോൾ റെസ്റ്റല്ലേ ആവശ്യം എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ആൻറ്റിക്ക് അങ്കിളിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയും. അപ്പോൾ വേണ്ട, കാണണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ മനു പറയും, സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിനെ വന്ന് കാണാൻ അവകാശമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കൂലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ദേഷ്യത്തോട് കൂടിയിട്ട്, വേണ്ട, വാജിയോട് വീട്ടിൽ പോകാൻ എന്ന് പറയും. അവളെ എനിക്ക് കാണണ്ടെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, കൊല്ലപ്പിള്ളിയിലുള്ള ഒരാൾ പോലെ എന്നെ കാണാൻ വരരുതെന്ന് പറയും. ഞാനും അങ്ങനെയാണോ അങ്കിളെ എന്ന് ചോദിക്കും. നീ മാത്രം എന്നെ കാണാൻ വരാം എപ്പോൾ വേണമെങ്കിലും എന്ന് പറയുകയാണേ. അതിനുശേഷം അലീനെ ചോദിക്കുകയാണ്. അലീന എന്തേലും ചോദിക്കും. അലീന വീട്ടിൽ പോയി എന്ന് പറയും. ആൻറ്റി അവളെ പറഞ്ഞയച്ചു എന്ന് പറയും. ഇവിടെ നിൽക്കാനായിട്ട് സമ്മതിച്ചില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ മനസ്സിലാവട്ടെ കാര്യം. അതിനുശേഷം പറയുന്നുണ്ട്, അലീനയാണ് കറക്റ്റ് സമയത്ത് അങ്കിളിനെ വിളിച്ചല്ല, ആംബുലൻസ് വിളിച്ച് അങ്കിളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതും CPR നൽകിയതും എന്നൊക്കെ പറയാൻ കേട്ടോ. അതിനുശേഷം മനോടന്ന് എഴുന്നേറ്റ് പോരുകയാണ്. അപ്പോൾ വൈജയന്തി ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ബാലേന്ദ്രൻ ഇപ്പോൾ എന്ന് ചോദിക്കും. കുഴപ്പമില്ല, ബെറ്റർ ആയിട്ടുണ്ട്. സംസാരിച്ചു. എന്താ പറഞ്ഞേ ചോദിക്കും. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അങ്കിളിന് വലിയ കാര്യമായിട്ടുള്ള ഒരു ഷോക്ക് കിട്ടിയിട്ടുണ്ട്, അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്ന് പറയും. അപ്പോൾ വൈജയന്തി ഒന്നും ഇങ്ങനെ നമ്മുടെ മനുവിൻ്റെ എടുത്തുകൊണ്ട് ചോദിക്കുന്നത്, അങ്ങനെ ഷോക്ക് ഉണ്ടാവാൻ മാത്രം? അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ട്, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്കിളിന് പഴയ പോലെ ഒന്നുമല്ല, മൊത്തത്തിൽ മാറ്റം. ദേഷ്യമാണ് എല്ലാവരോടും, ദേഷ്യത്തോടു കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. പഴയതുപോലുള്ള ഒരു ഊർജ്ജം ഇല്ല എന്ന് പറയും. അങ്ങനെ എല്ലാവരോടും ദേഷ്യമാണോ? അതെ, ആൻറ്റിയോട് കുറച്ച് കൂടുതൽ ദേഷ്യമുണ്ട് എന്ന് പറയും. അപ്പോൾ വൈജയന്തിക്ക് എന്തോ പോലെയാവട്ടെ, ഭഗവാനി, ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല എന്നാണോ ദൈവം തീരുമാനിച്ചിരിക്കണേന്ന് പറയും. എന്തായാലും എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത്, രോഹിത് ഇങ്ങനെ വരുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ കേട്ടോ. അപ്പോൾ അലീന പറയാണ്, നിനക്ക് വേണമെങ്കിൽ ഭക്ഷണം ഞാൻ എടുത്ത് തരാം, ഇങ്ങനെ വെള്ളം മാത്രം കുടിച്ച് എത്ര കാലം ജീവിക്കും എന്ന് ചോദിക്കുകയാണ്. എനിക്ക് നീയേ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി തരാം, നിനക്ക് സ്പെഷ്യലായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഇവിടെ ഉള്ളത് തരാമെന്നേ പറഞ്ഞുള്ളൂ, നീയേ നിൻ്റെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി, എന്നെ പോലെ താൻ വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കസേരയിട്ട് ഒരു നിരക്കിങ്ങിട്ട് അവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോകും കേട്ടോ. പിന്നെ കാണിക്കുന്നത് വൈജയന്തി വരുമ്പോൾ അലീന വാതിൽ തുറക്കാണ് കേട്ടോ. ഒരു ദഹിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള നോട്ടം നോക്കിയിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. അലീന ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോകുമ്പോൾ, എടി നിക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നിർത്താണേ. അപ്പോൾ എന്താ എന്ന് പറയും. നീ കാരണമാണ് ഇത്രയധികം കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചതെന്ന് പറയും കേട്ടോ. ഞാൻ കാരണോ എന്ന് ചോദിക്കും. അതെ, നീ കാരണം തന്നെയാണ് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഞാൻ കാരണം എങ്ങനെയാണ് സംഭവിക്കുക? നീ രോഹിത്തിൻ്റെ കാര്യം ബാലേന്ദ്രനോട് പറഞ്ഞിരുന്നു? ഇല്ല, പറഞ്ഞില്ല. നുണ പറയരുത് നീ എന്ന് പറയും കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ല എന്ന് തന്നെയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് എന്ന് പറയും. എനിക്കറിയാടി നിനക്ക് നല്ല തൻ്റെ ഉണ്ടെന്ന്, ഇതുവരെ ഉണ്ടായിരുന്നില്ല, ഇവിടെ വരുന്നവരെ ഉണ്ടായിരുന്നില്ല, ഇവിടെ വന്നതിന് ശേഷമാണ് ഉണ്ടായതെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, രോഹിത്തിൻ്റെ വിവരം അറിഞ്ഞ് മനസ്സ് വിഷമിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക, നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ബാലേന്ദ്രൻ്റെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള പ്രധാന കാരണം നീ ഒരുത്തിയാണ്. എൻ്റെ വീട്ടിലെ ആമ്പിള്ളേർ വരെ നശിച്ചു തുടങ്ങി നീ കാരണം. നിൻ്റെ ആമ്പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നടപ്പും എടുപ്പും അവളൊരു നോട്ടവും എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും നടന്നിട്ടില്ല, മേഡം അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എടി നാണം കെട്ടവളെ, നീ ഇത്തരത്തിലാണ് എന്നോട് സംസാരിക്കുന്നത്, നീ എന്നോട് ഭരിക്കാറായോ എന്നൊക്കെ ചോദിക്കുകയാണേ. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ വേണ്ട രീതിയിൽ വളർത്തണം, അല്ലാന്നുണ്ടെങ്കിൽ മക്കൾ ഇങ്ങനെയൊക്കെ നശിച്ചു പോകും. ഞാൻ മക്കളെ വളർത്താത്തതിൻ്റെ ദോഷമല്ല, നിൻ്റെ തള്ള നിന്നെ വളർത്താത്തതിൻ്റെ ദോഷമാണെന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങനെ റൂമിലേക്ക് കയറി പോകാൻ കേട്ടോ. റൂമിൽ ചെന്നിട്ട് പരിശോധന ഒക്കെ നടത്തുന്നുണ്ട്, ബാലേന്ദ്രൻ്റെ ബാഗ് നോക്കുന്നുണ്ട്, പിന്നെ ആ തോക്കെടുത്തിട്ട് നോക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബാലേന്ദ്രൻ്റെ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് വൈജയന്തി ലോക്ക് ഓൺ ചെയ്യുകയാണ് കേട്ടോ. സാധാരണയുള്ള ലോക്കാണ് വൈജയന്തി ഓപ്പൺ ചെയ്യുന്നത്, പക്ഷേ ആ ലോക്ക് മാറ്റിയിട്ടുണ്ടാവും. 2-3 തവണ വൈജയന്തി ലോക്ക് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ലോക്ക് തുറക്കാനായിട്ട് പറ്റുന്നില്ല.
അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീന സങ്കടത്തോട് കൂടിയിട്ട് മുറിയിലേക്ക് വരികയാണ്. അപ്പം മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് അലീനയ്ക്ക് എന്തോ വിഷമമുണ്ടെന്ന്. അപ്പം മുത്തശ്ശി ചോദിക്കും, എന്താടി കൊച്ചേ, എന്താ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? അപ്പോൾ ഒന്നുമില്ല, നീ പറയേ, അവളെന്തായാലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാറിന് അറ്റാക്ക് വന്നത് ഞാൻ കാരനാണെന്നാണ് മേഡം പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞോ? ആ, അങ്ങനെയാണ് പറഞ്ഞത്. രോഹിത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് മനസ്സ് വിഷമിച്ചിട്ടാണ് ഇങ്ങനെ ആയത്. ഞാനാണ് അതൊക്കെ പറഞ്ഞു കൊടുത്തത്, ഞാൻ കാരണമാണ് സാറിന് അറ്റാക്ക് വന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ 2 ദിവസം സാറ് വീട്ടിൽ നിന്നൊന്നും ഒന്നും മിണ്ടാതെ പോയത് ഞാൻ കാരണമാണോ മുത്തശ്ശി? ഞാൻ കാരണമാണ് സാർ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിച്ചത് എന്നൊക്കെ ഇപ്പോൾ ചോദിക്കാണ്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. ആ, അതിലെല്ലാത്തിനും കാരണം ഞാനാണെന്നാണ് മേഡം കണ്ടെത്തി പറയുന്നത്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാണ് മുത്തശ്ശി എന്ന് പറയും. ഞാൻ എന്തായാലും മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ബാലേന്ദ്ര സാറ് വന്നതിന് ശേഷം ഞാനിത് ചോദിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതങ്ങനെ വൈജയന്തിയോട് പറഞ്ഞിട്ടുണ്ട്, ബാലേന്ദ്രൻ വന്നതിന് ശേഷം ഞാൻ കാരണമാണോ സാറിന് അറ്റാക്ക് വന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതെന്തായാലും നന്നായി മോളെ, അവൻ വന്നിട്ട് ചോദിച്ചോ, ഉറപ്പായിട്ടും ചോദിച്ചോ എന്ന് പറയും. പിന്നെ അലീന ചെന്ന് എടുക്കുകയാണ്, ഞങ്ങളുടെ സ്നേഹനികേതനാണ് ഏറ്റവും വലിയ സ്വർഗം. ഞാൻ വിചാരിച്ചു വീടെന്നൊക്കെ പറഞ്ഞ സ്വർഗ്ഗമാണെന്ന്, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി വീടെന്ന് പറഞ്ഞ സ്വർഗ്ഗമല്ല, ഞങ്ങളുടെ അനാഥാലയം തന്നെയാണ് സ്വർഗം എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ഈ വീട് ഇപ്പോൾ ഒരു നരകം തന്നെയാണെന്നൊക്കെ. പിന്നെ കാണിക്കുന്നത് കമല മനുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കും. ഞാൻ ഹോസ്പിറ്റലാണെന്ന് പറയും. ഇന്നലെ രാത്രി മുഴുവൻ ഹോസ്പിറ്റലായിരുന്നോ എന്ന് ചോദിക്കും. ആ അതെ. നീ എന്തിനാ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്നത്? വൈജയന്തി ഇല്ലേന്ന് ചോദിക്കും കേട്ടോ. വൈജയന്തി ഇന്നലെ വീട്ടിലേക്ക് പോയി. എന്തിനാ അവൾ വീട്ടിലേക്ക് പോയത്? അവൾക്ക് അവിടെ നിന്നൂടെ എന്ന് ചോദിക്കും. അത് രാത്രി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വേണ്ട അമ്മയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിനല്ലേ കടപ്പാട്ടൂർ ആൾക്കാരുള്ളത്. വൈജയന്തിക്ക് മക്കളില്ലേ? ആ രോഹിത്തിന് അവിടെ വന്ന് നിന്നൂടെ? നീ എന്തിനാണ് ബുദ്ധിമുട്ടാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അമ്മേ, എന്തിനാണ് അമ്മ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് വെറുതെ ആവശ്യമില്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ചോദിക്കും. ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമാണോ പ്രശ്നം? നിനക്ക് അവിടെ നിൽക്കേണ്ട കാര്യം എന്താണ്? എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വൈജ അവിടെ നിൽക്കട്ടെ. വൈജാൻ്റിക്ക് രാത്രി ഇപ്പോൾ ബ്ലഡ് വേണമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ മരുന്ന് വേണമെന്നൊക്കെ പറഞ്ഞാൽ പോകാൻ പറ്റുമോ? അവൾ കാറെടുത്ത് പോക്കോളും. അവൾക്ക് രാത്രി പകലൊക്കെ ഒരുപോലെയാണ്, അവൾക്ക് ഒരു ചുക്കുമില്ല, ഒരാളെ പേടിയില്ല എന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം മനു പറയുന്നുണ്ട്, ഇപ്പം എന്താ അമ്മയ്ക്ക് വേണ്ടതെന്ന് ചോദിക്കുക. നീ എന്തിനാണ് അവിടെ ഇങ്ങനെ കിടക്കുന്നത്? നീ ഇങ്ങോട്ട് പോരിച്ചേക്ക, എന്നിട്ട് വന്ന് കിടന്നുറങ്ങാൻ നോക്ക്, എന്തെങ്കിലും ഇഷ്ടത്തിലുള്ള ഭക്ഷണം കഴിക്കി എന്ന് പറയും. അപ്പോൾ മനു പറയുന്നുണ്ട്, അമ്മ ഇതുവരെ അങ്കിളിനെ കുറിച്ച് ചോദിച്ചില്ലല്ലോ. ആ, അതെന്തായാലും ചത്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി, എഴുന്നേറ്റ് നടന്നോളൂ, എനിക്ക് എൻ്റെ മക്കളാണ് ഏറ്റവും വലുത്, അത് കഴിഞ്ഞിട്ട് എനിക്ക് ആരും ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യും. പിന്നെ കാണിക്കുന്നത് ബബി ഒരാളായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അമ്മലിൻ്റെ ഒരു പയ്യനായിട്ടൊരു പ്രണയമുണ്ട്. അപ്പോൾ ആ പയ്യനായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മളെ അലീന കാണാണ് കേട്ടോ. അലീന ബാൽക്കണിയിൽ ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നിരിക്കുകയാണ്. പക്ഷേ അലീനനെ ബബി കാണുന്നില്ല. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു കാപ്പിരി പോലത്തെ ഒരു ചെക്കനാണ് കേട്ടോ. തല ഇങ്ങനെ ഒരു ജാതി മുടിയൊക്കെ ആയിട്ട് എന്തോ ഒരു വശപ്പശക്കുള്ളൊരു പയ്യനായിട്ടാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ റൊമാൻറ്റിക് ആയിട്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. ആരും കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ തൊട്ടപ്പുറത്ത് തുണികൾ എടുക്കുന്ന അലീന ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടി നീ എന്തിനാണ് ഇങ്ങനെ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഉള്ള രീതിയിൽ വളരുന്നത്? എനിക്ക് ഞാൻ എത്ര തവണ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോകാതെ, നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ പയ്യനോട്. ഞാനിപ്പോൾ മീനച്ചിലാറ്റിലാണ് നിൽക്കുന്നത്, എന്താ സുഖം, എന്തൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ. ഓ, നീ എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. ഇനി ഞാൻ വിളിക്കാത്തതാണോ? നീ വരാത്തതല്ലേ? എത്ര തവണ വിളിച്ചു. പക്ഷേ ക്ലാസ് കട്ട് ചെയ്ത് പോകാൻ ശരിയാവില്ലല്ലോ. ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്തെന്ന് വിചാരിച്ച് എന്താ സംഭവിക്കാൻ പോകുന്നത് ചോദിക്കും. അതെ, ഞാനൊരു ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ അമ്മയുടെ ഫോണിലേക്ക് മെസ്സേജ് വരും, ബബിത ബാലചന്ദ്രൻ ടുഡേ ലീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴോ എന്ന് ചോദിക്കും കേട്ടോ. ഓ, ഇതുപോലുള്ള സ്കൂൾ കോളേജിലൊക്കെ എന്തിനാണ് നീ വന്ന് ചേർന്നത്? നമുക്ക് ഫ്രീഡം വേണ്ടേ എന്ന് ചോദിക്കാണ്. അപ്പം പറയും, ആ ഇപ്പം എന്തായാലും നമ്മൾ സംസാരിക്കുന്നില്ലേ. അപ്പം ആ പയ്യൻ പറയാണ്, ഫോണിന് ഉമ്മ വെച്ച് എനിക്ക് മതിയായി എന്ന് പറയും. ഇതിപ്പോൾ ചാർജർ വരെ ഉമ്മ വെച്ച് തുടങ്ങിയെന്ന് പറയും കേട്ടോ. നീ അവിടെ ഫോണിനാണ് വയ്ക്കുന്നതെങ്കിലും എനിക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പം ആ ചെക്കൻ ചോദിക്കുകയാണ്, എവിടെ കിട്ടുന്നുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ ബാബി ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ പറയാൻ കേട്ടോ. നെറ്റി, കവിള്, മൂക്കുംതുമ്പ്, താടിത്തുമ്പ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ആ പയ്യൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലിപ്പിലേക്ക് വരുന്ന രീതിയിലുള്ള സംസാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ലാസ്റ്റ് പറയും ലിപ്സ് എന്ന് പറയും കേട്ടോ ബാബി. അപ്പോൾ പറയുന്നുണ്ട്, ലിപ് ലോക്ക് അല്ലേ എന്ന് ചോദിക്കും. ലിപ് ലോക്ക് ഒന്നുമല്ല, ബട്ടർഫ്ലൈ കിസ്, അത് മതി ഇപ്പോൾ തൽക്കാലം എന്ന് പറയാൻ കേട്ടോ.
അതിൽ മാത്രം പിടിച്ച് നിന്നാൽ മതിയോ? എത്ര നാളിങ്ങനെ നിൽക്കും? ഇതൊക്കെ നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് പറയട്ടോ. അതിനൊക്കെ അവസരം ഉണ്ടാവും, നീ കാത്തു നിൽക്ക്, ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ലേ, അതിന് കാത്തു നിന്നിട്ട് കാര്യമില്ല, സമയം നമ്മൾ തേടി കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് അലീനയുടെ മുഖത്തേക്കാണ്. അലീന ഡ്രസ്സൊക്കെ എടുത്ത് വരുന്നത് കാണുമ്പോൾ ഭാബി ആകെ ഞെട്ടിത്തെറിച്ച് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. അലീനയാണെന്നുണ്ടെങ്കിൽ രൂക്ഷമായിട്ടൊന്ന് നോക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് പ്രമോല് വൈജയന്തിയും അലീനയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി അലീനനെ മോശപരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണെന്ന്, ഏതോ ഒരുത്തി പിഴച്ച് പ്രസവിച്ചവളല്ലേ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അപ്പോൾ പിഴച്ച് പ്രസവിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമാണെന്ന് അറിയാമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി ചോദിക്കും, നീ എന്താ അങ്ങനെ ഒരു സംസാരം എന്ന് ചോദിക്കണേ, എന്നോട് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കും. അതിൻ്റെ മറുപടി ഞാൻ പറയണോ? സ്വയം ചോദിച്ചു നോക്കിയാൽ പോരെ, അതിൻ്റെ മറുപടി അപ്പം കിട്ടും എന്ന് പറയാൻ കേട്ടോ. അപ്പം തന്നെ വൈജയന്തിക്ക് മനസ്സിലാവണം കേട്ടോ, താൻ പിഴച്ച് പ്രസവിച്ചവളാണെന്ന് അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം. അതോടുകൂടിയിട്ട് ആകെ നാണം കെട്ട് ഒന്നും മിണ്ടാതെ എന്താ ആലോചിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ട് പ്രമോല് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.